ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഇവിടെ 42-ാമത്തെ ശ്ലോകം കണ്ടതാണ്. 43-ാമത്തെ ശ്ലോകം തൊട്ട് പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോസ്ത്യഭ്യധികഃ കുതോന്യഃ ലോകത്രയേപ്യപ്രതിമപ്രഭാവ. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം. പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയപ്രിയായാർഹസി ദേവസോഢും. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ. തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ. തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. മയാ പ്രസന്നേന തവാർജുനേതം രൂപം പരം ദർശിതമാത്മയോഗാത്. തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. ന വേദയജ്ഞാധ്യയനൈർന ദാനൈർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈഃ. ഏവം രൂപഃ ശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. മാ തേ വ്യഥാ മാ ച വിമൂഢഭാവഃ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമേതം. വ്യപേതഭീഃ പ്രീതമനാഃ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ. ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. അർജുന ഉവാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന. ഇദാനീമസ്മി സംവൃത്തഃ സചേതാ പ്രകൃതിം ഗതഃ. ശ്രീഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ. ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്ജയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. ഭക്ത്യാ ത്വനന്യയാ ശക്യഃ അഹമേവം വിധോർജുന. ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്തഃ സംഗവർജിതഃ. നിർവൈരഃ സർവഭൂതേഷു യഃ സ മാമേതി പാണ്ഡവ. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ വിശ്വരൂപദർശനം നാമ ഏകാദശോऽധ്യായഃ. യച്ചാവഹാസാർത്ഥം അസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോഥവാപ്യച്യുത തത്സമക്ഷം തത് ക്ഷാമയേ ത്വാം അഹമപ്രമേയം. അത് ഞാൻ അങ്ങയെടുത്ത് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ, അതായത് വിഹാര ശയ്യ ആസന ഭോജന ആദി സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏകഹ അഥവാ അപ്യുച അപി അച്യുത തത്സമക്ഷം. ഇവിടെ ഏകഹ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കോ,
അഥവാ അച്യുത തത്സമക്ഷം അഥവാ അങ്ങയുടെ മുന്നിലോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അങ്ങ് തക്ഷാമയെ അതങ്ങ് ക്ഷമിച്ചാലും. പിതാസി ലോകസ്യ ചരാചരസ്യ അസ്യ ചരാചരസ്യ ലോകസ്യ ഈ ലോകത്തിൻ്റെ ചരാചരങ്ങളായിട്ടുള്ള ഈ ചരവും ചചരവുമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ പിതാസി അങ്ങ് പിതാവാകുന്നു. പൂജ്യശ്ച ത്വം ഗുരുർഗരീയാൻ അങ്ങ് പൂജ്യനാകുന്നു. അങ്ങ് ഗരീയാൻ ഗുരുഹു അങ്ങ് ഗുരുക്കന്മാരിലും ഗുരുവായിരിക്കുന്നവനാകുന്നു. അതായത് ഗരിയാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുരുവും അങ്ങ് തന്നെയാകുന്നു. ശ്രേഷ്ഠനായ ഗുരുവും അങ്ങ് തന്നെയാകുന്നു. അങ്ങനെ നത്വത്സമോസ്ത്യഭ്യധിക കുതോന്യ ത്വത്സമഹ ന തു അങ്ങേ ത്വത്സമഹ അങ്ങേക്ക് സമമായിട്ടും ആരുമില്ല. അപി അഭ്യധിക അധികമായിട്ടും അങ്ങേക്ക് ഉപരിയായിട്ടും ആരുമില്ല. അങ്ങേക്ക് സമമായിട്ടും ആരുമില്ല, അങ്ങേക്ക് ഉപരിയായിട്ടും ആരുമില്ല. കുതഹ അന്യഹ മറ്റാരുണ്ട്. ലോകത്രയേ അപി ഈ 3 ലോകത്രയങ്ങളിലും അപി അപ്രതിമ പ്രഭാവ യാതൊരുവന്റെ പ്രതിമ സാധ്യമല്ലയോ അപ്രകാരമായിട്ടുള്ളവനാവുന്നു അങ്ങ്. നമുക്ക് കാണാം ഇവിടെ അപ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിമ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. ഇതൊരു പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിമീയത്തെ യയാ സ പ്രതിമ ഇങ്ങനെയാണ് അതിൻ്റെ നിർവചനം. മാ എന്ന് പറഞ്ഞാൽ അളക്കുക. പ്രതിമീയത്തെ അപ്പോൾ ഒന്നിനെ വെച്ചുകൊണ്ട് നമുക്ക് അതിന് അളവിന് പറ്റുന്ന തരത്തിൽ മറ്റൊന്ന് പ്രകടമാക്കുന്നതിനെയാണ് പ്രതിമ എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ രൂപം. നമുക്ക് ഈ വാക്സ് പ്രതിമയൊക്കെ ഉണ്ടല്ലോ അതേമാതിരി ഇരിക്കും. ഇതിനെയാണ് ഈ പ്രതിമ എന്ന് പറയുന്നത്. അപ്പോൾ യാതൊരുവന്റെ പ്രതിമ സാധ്യമല്ലയോ. അപ്പോൾ യാതൊരുവന് സമമായിട്ട് മറ്റൊന്നിനെ പ്രകടമാക്കത്തക്ക വിധത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ലയോ എന്ന്. അതുകൊണ്ടാണ് ഭഗവാനെ അപ്രതിമ അപ്രതിമ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രതിമ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്രതിമ പ്രഭാവ ഇവിടെ അപ്രകാരമുള്ള പ്രഭാവത്തോടു കൂടിയവൻ എന്ന്. നമുക്ക് ഭാഷ്യം കാണാം. പ്രതിമീയതേ യയാസ പ്രതിമ ന വിദ്യതേ പ്രതിമ യസ്യ തവ പ്രഭാവസ്യ എന്ന്. ഇവിടെ അങ്ങയുടെ പ്രഭാവം എന്ന് പറയുന്നത് ഈ മറ്റൊന്നിന് സമമല്ലാത്തതായിട്ടുള്ള പ്രഭാവത്തോടു കൂടിയവൻ എന്നർത്ഥം. അപ്രതിമ പ്രഭാവ എന്ന്. തവ പ്രഭാവസ്യ പ്രതിമ ന വിദ്യത ഇങ്ങനെ എടുക്കണം. തവ പ്രഭാവസ്യ പ്രതിമ അങ്ങയുടെ പ്രഭാവത്തിന് പ്രതിമ ആയിട്ട് മറ്റൊന്നുമില്ല. അതായത് അങ്ങയുടെ പ്രഭാവത്തിന് സമാനമായിട്ട് മറ്റൊന്നുമില്ല. അപ്പം നമുക്കിവിടെ പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനമായത് എന്ന് അർത്ഥം എടുക്കേണ്ടതുള്ളൂ. അതിന് സമാനമായിട്ടുള്ള മറ്റൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല എന്ന് സാരം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നല്ലേ സിംഹത്തിന് സമാനമായ പരാക്രമത്തോടു കൂടിയവൻ സിംഹപരാക്രമ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ. അല്ലെങ്കിൽ അഗ്നിക്ക് സമാനമായിട്ടുള്ള തേജസ്സോടു കൂടിയവൻ. ഇപ്രകാരം നമുക്ക് മറ്റൊന്നിന് സമാനമായിട്ടെന്നുള്ള രീതിയിൽ ഉള്ളത് നമുക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഭഗവാന് സമാനമായിട്ട് മറ്റൊന്നിനെ നമുക്ക് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ പ്രതിമ പ്രഭാവ ആ ഭഗവാന്റെ പ്രഭാവത്തിന് സമമായിട്ട്. അപ്പോൾ നമ്മൾ ആ പ്രഭാവം എന്നുള്ള വാക്ക് ഇവിടെ വിട്ടുപോകരുത്. ഭഗവാന്റെ പ്രഭാവത്തിന് സമാനമായിട്ടുള്ള മറ്റൊന്ന് കാണിക്കാൻ സാധ്യമല്ലാത്തതിന് അപ്രതിമ പ്രഭാവ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഇവിടെ എന്ന് പറഞ്ഞാൽ നിരതിശയമായ പ്രഭാവത്തോടു കൂടിയവൻ എന്ന്. നിരതിശയമായിട്ടുള്ള പ്രഭാവത്തോടു കൂടിയവൻ എന്ന്. അളവറ്റ പ്രഭാവത്തോടു കൂടിയവൻ. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമിഡ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയഃ പ്രിയായാർഹസി ദേവസൂഢും. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം തസ്മാത് അതുകൊണ്ട് പ്രണമ്യ നമസ്കരിച്ചിട്ട് പ്രണിധായ കായം കായം പ്രണിധായ അതായത് ഇവിടെ ശരീരത്തെ ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് നമുക്ക് കായം പ്രണിധായ എന്നർത്ഥം. അതായത് ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് അത് ഭൂമിയിൽ അതായത് നമ്മൾ ഈ സാഷ്ടാംഗ നമസ്കാരം എന്ന് പറഞ്ഞല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്രകാരം ഭൂമിയിൽ ദേഹത്തെ പതിപ്പിച്ചുകൊണ്ട് നമസ്കരിച്ചിട്ട് തസ്മാത് പ്രണമ്യ പ്രണിധായ കായം
പ്രസാദയേ ത്വാം അഹമീശമീഡ്യം. ത്വാം അങ്ങേ അഹം ഞാൻ ഈശം ഈഡ്യം പ്രസാദയേ ഈശം ഈശ്വരനെ ഈഢ്യം സ്തുത്യർഹമായിട്ടുള്ള സ്തുതിക്കുവാൻ യോഗ്യനായിട്ടുള്ള ഈശ്വരനായ അങ്ങയെ ഞാൻ ഭൂമിയിൽ ദേഹത്തെ പതിപ്പിച്ചു നമസ്കരിച്ചുകൊണ്ട് എന്നർത്ഥം. ഭൂമിയിൽ ദേഹത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ പ്രസാദിക്കുവാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. അങ്ങയുടെ പ്രസാദത്തിനായിക്കൊണ്ട് പ്രസാദയെ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങയുടെ പ്രസാദത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്തുത്യർഹനായിട്ടുള്ള അങ്ങയെ തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ പ്രസാദിക്കുവാൻ വേണ്ടിയിട്ട്. കരോം എന്നർത്ഥം. പിതേവ പുത്രസ്യ സഖേവ സഖ്യുഹു. പിതേവ പുത്രസ്യ പിതാ പുത്രനോടെന്ന വണ്ണം, സഖേവ സഖ്യുഹു സുഹൃത്തിനോടെന്ന വണ്ണം, പ്രിയ പ്രിയായാഹസി ദേവസോഡും പ്രിയ പ്രിയായാഹ എന്ന വണ്ണം, അതായത് കമിതാക്കളിൽ ഇഷ്ടമുള്ളവരോടൊന്നാവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരോടൊന്നുള്ള കമിതാക്കൾ എന്നുള്ളത് എടുക്കേണ്ടതില്ല. അപ്പം അങ്ങനെ ഏത് വിധേനയായാലും പ്രിയ അർഹസി ദേവസൂഢും അപ്രകാരം അങ്ങ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് സഹിക്കണം എന്ന്. അതാണ് സൂഢും എന്നുള്ളത്. അതായത് ഒരു അപരാധം ചെയ്തു കഴിഞ്ഞാൽ ക്ഷമിക്കണമെന്ന് പറയുമല്ലോ, അതിന് സമാനമായിട്ടുള്ള പ്രയോഗമാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് അവിടെ സഹിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം എന്നർത്ഥം. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. അദൃഷ്ടപൂർവം അതായത് മുമ്പ് കാണാത്ത വിധം, ന ദൃഷ്ടപൂർവം എന്ന് മുമ്പ് കാണാത്ത വണ്ണം ഉള്ളതിനെ കണ്ടിട്ട്, ദൃഷ്ട്വ കണ്ടിട്ട്, ഹൃഷിത അസ്മി ഞാൻ അത്യധികം ഹൃഷിത തുഷ്ട എന്നുള്ളത് ഞാൻ അത്യധികം സന്തുഷ്ടനായിട്ടിരിക്കുന്നു. പിന്നെ ഭയേന ച പ്രവ്യഥിതം മനോമേ അതേമാതിരി ഭയം കൊണ്ട് എനിക്ക് നടുങ്ങുന്ന മനസ്സോടും കൂടിയവനായിരിക്കുന്നു. തദേവമേ ദർശയ ദേവരൂപം. ഇപ്പം അങ്ങയുടെ ആ മുമ്പ് ആരും കാണാത്തതായ രൂപത്തെ കണ്ടിട്ട് ഭയമുള്ളവനായിട്ടും എന്നാൽ സന്തോഷമുള്ളവനായിട്ടും ഞാൻ മാറിയിരിക്കുന്നു. തദേവ മേ ദർശയ ദേവരൂപം. തദേവ രൂപം മേ ദർശയ. ആ മുമ്പുള്ള അതേ രൂപത്തെ തന്നെ അങ്ങക്ക് കാണിച്ചു തന്നാലും പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹേ ജഗന്നിവാസ മാം പ്രസീദ, എൻ്റെ അടുത്ത് അങ്ങ് പ്രസാദിച്ചാലും. മേ പ്രസീദ എന്ന് എൻ്റെ അടുത്ത് അങ്ങ് പ്രസാദിച്ചാലും. ഇപ്പം ഏത് രൂപമാണ് തദേവ രൂപം എന്ന് പറയുന്നത്? ആ തദേവ രൂപം എന്നുള്ളതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തി. ഹേ വിശ്വമൂർത്തി, അല്ലയോ വിശ്വമൂർത്തി. കിരീടിനം കിരീടത്തോടു കൂടിയവനും, ഗതിനം ഗതയോടുകൂടിയവനും, ചക്രഹസ്തം ഹസ്തത്തിൽ ചക്രം ധരിച്ചവനായിട്ടുള്ളവനും ആയിട്ടുള്ള ത്വാം അങ്ങയെ ദ്രഷ്ടും അഹം ഇച്ഛാമി അങ്ങയെ ദർശിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. തഥായേവ അപ്രകാരം തന്നെ. തേനൈവ രൂപേണ ചതുർഭുജേന അതേ രൂപത്തോടുകൂടി തന്നെ, അതായത് നാല് കൈകളോടുകൂടി അതേ രൂപത്തോടുകൂടി തന്നെ സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തി. ഹേ വിശ്വമൂർത്തി, ഹേ സഹസ്രബാഹോ തേനൈവ ചതുർഭുജേന ഭവ. സഹസ്രബാഹുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് ചതുർബാഹുവായാലും. ഇതാണ് അർജുനൻ്റെ ഇഷ്ടമൂർത്തി എന്ന് പറയുന്നത്, ചതുർബാഹുവായ കൃഷ്ണൻ. അതായത് ഗത ചക്രം ഇപ്രകാരത്തോടു കൂടിയിട്ടുള്ള ഗതയോടും ചക്രത്തോടു കൂടി അനുഗ്രഹ ആശിസ്സുകളോടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഭഗവാന്റെ ചതുർബാഹുവായ രൂപമുണ്ട്. ആ രൂപത്തോടു കൂടി അങ്ങ് ഭവിച്ചാലും. ശ്രീ ഭഗവാൻ ഉവാച
മയാ പ്രസന്നേന തവാർജുനേതം രൂപം പരം ദർശിതമാത്മയോഗ തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ദൃഷ്ടപൂർവം. മയാ പ്രസന്നേന, എൻ്റെ പ്രസാദത്താൽ, എനിക്ക് നിൻ്റെ അടുത്ത് പ്രിയമുണ്ട്, അതിനാൽ, അതാണ് ആ പ്രസന്നേന എന്നുള്ള പ്രയോഗം. മയാ പ്രസന്നേന തവ അർജുന ഇതം രൂപം, എൻ്റെ ഈ രൂപത്തെ അർജുന പരം ദർശിതം ആത്മയോഗ, എൻ്റെ ശക്തി, എൻ്റെ യോഗശക്തിയാൽ, അതാണ് ആത്മയോഗ എന്നുള്ളത്. ദർശിതം, നിന്നാൽ കാണപ്പെട്ടു. അത് നിനക്ക് എൻ്റെ ആ ദിവ്യരൂപത്തെ എൻ്റെ ആത്മയോഗം കൊണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തന്നു. തേജോമയം വിശ്വം അനന്തമാദ്യം, തേജോമയമായിട്ടുള്ള വിശ്വാകാരമായിട്ടുള്ള അനന്തവും ആദ്യം, അതായത് ആദ്യം എന്ന് പറയുമ്പോൾ അത് ആദ്യം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഭഗവാന്റെ ഈ എല്ലാ രൂപങ്ങളും വരുന്നതിന് മുമ്പുള്ള ഏകമായ രൂപത്തിൽ ഏതൊരു രൂപമുണ്ടോ ആ ഒരു രൂപം എന്നർത്ഥം. അതാണ് അവിടുത്തെ ആദ്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണാം, വിരാട് പുരുഷൻ ഉണ്ടായതിനു ശേഷമാണ് പിന്നെ നാനാവിധ രൂപങ്ങളായിട്ട് പരിണമിക്കപ്പെട്ടത്. അപ്പോൾ ഇപ്രകാരമുള്ളതാണ് വിരാട് പുരുഷനാണ് ആദ്യം. ജഗതാകാരമായിട്ടും ജഗതഭിമാനിയായിട്ടും രണ്ടും കൂടെ പ്രകടമാകുമ്പോൾ, ജഗതാകാരം എന്ന് പറയുന്നത് ജഗത് ശരീരിയായിട്ട് ഭഗവാന്റെ ആദ്യത്തെ പ്രകടനം. അപ്പോൾ ആ ജഗത് ശരീരിയായി എന്ന് പറയുമ്പോൾ, ജഗത്ത് എന്ന് പറഞ്ഞ ദൃഷ്ടിഗോചരമായിട്ട് ഒരു വിശ്വന്റെ ദൃഷ്ടി, അതായത് ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിലെ ദൃഷ്ടിഗോചരമായിട്ട് നിൽക്കുന്ന വിശ്വമല്ല ഇവിടുത്തെ ഉദ്ദേശിച്ചിരിക്കുന്ന വിശ്വം. ആ വിശ്വം എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് അഗോചരമായിട്ടുള്ളതും കൂടെ ചേർത്തുകൊണ്ടുമ്പോഴാണ് ഇവിടുത്തെ വിശ്വാത്മാവായിട്ടുള്ള വിരാട് പുരുഷനായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ ആ വിരാട് പുരുഷനെ ദർശിക്കുവാൻ സാധാരണ ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നില്ല. പകരം ആ വ്യക്തിക്ക് പരിമിതമായ ജ്ഞാനമേ ഉള്ളൂ. വിശ്വം ഒരു അല്പം അനന്തമായിട്ട് വിശ്വത്തെ ദർശിക്കുന്നു മാത്രമേ ഉള്ളൂ ഒരു വ്യക്തി എന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിശ്വത്തെ കണ്ടിട്ട് ഇത് വിരാട് പുരുഷനാണ് എന്ന് സങ്കല്പിച്ചത് കൊണ്ടല്ല ഇവിടുത്തെ ഈ വിരാട് പുരുഷ ദർശനം ഉണ്ടാകുന്നത്. അപ്പോൾ ആ വിരാട് പുരുഷ ദർശനം എന്ന് പറയുന്നത് അല്പം ഉയർന്ന ദർശനമാണ്. അപ്പം അതുകൊണ്ടാണ് തേജോമയം വിശ്വം അനന്തമാദ്യം, അത് തേജോമയമാണ്. നമുക്ക് വിശ്വത്തെ നമ്മൾ തേജോമയമായിട്ട് കാണുന്നില്ല, വിശ്വത്തെ നമ്മൾ ജഡമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അപ്രകാരമുള്ള ജഡത്തിനെ തേജോമയമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ദിവ്യദൃഷ്ടി വേണം. ആ ദിവ്യദൃഷ്ടിയാണ് അർജുനന് ഭഗവാൻ കൊടുത്തത്. അപ്പം തേജോമയം, തേജസ്സോട് കൂടിയിട്ടുള്ള തേജോരൂപമായിട്ടുള്ളതും വിശ്വം അനന്തം ആദ്യം, അതാണ് ഇവിടുത്തെ ഈ ആദ്യം എന്നുള്ള പ്രയോഗത്തിലൂടെയുള്ളത്. അതായത് വിരാട് പുരുഷൻ ആണ് ഇവിടുത്തെ ആദ്യം. സർവ്വജീവജാലങ്ങളുടെയും നാനാത്വ വൈവിധ്യം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതൊരു രൂപമുണ്ടോ ആ രൂപമാണ് ആദ്യം. യത്ത് മേ ത്വദന്യേന ദൃഷ്ടപൂർവം, യത്ത് മേ, അതായത് എൻ്റെ യാതൊരു രൂപമുണ്ടോ അത്, ത്വദന്യേന, നിന്നെ കൂടാതെ മറ്റാരും, ദൃഷ്ടപൂർവം മുമ്പേ ആരും, പൂർവം ന ദൃഷ്ട എന്ന്, നിന്നെ കൂടാതെ മറ്റാരും ഇത് മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അർജുനൻ ഇപ്പോൾ കണ്ട വിശ്വരൂപം അർജുനനല്ലാതെ മറ്റാരും മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ന വേദയജ്ഞാധ്യയനൈർന ദാനൈർ ന ച ക്രിയാഭിർ ന തപോഭിരുഗ്രൈഃ ഏവം രൂപഃ ശക്യഃ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരുപ്രവീര. അതായത് ഈ ഭൂലോകത്ത് ആരാലും കാണാൻ സാധ്യമല്ലാത്തതായ രൂപമാണ് ഇത്. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ന വേദയജ്ഞാധ്യയനൈഃ, ന വേദയജ്ഞ അധ്യയനൈഃ, യജ്ഞ അധ്യയനം. ഇപ്പം വേദത്തിൽ പരാമർശിച്ചിട്ടുള്ളതായ യജ്ഞത്താലോ അധ്യയനത്താലോ എന്നെ കാണുക സാധ്യമല്ല. ന ദാനൈഹി, ദാനത്താലും സാധ്യമല്ല. നച ക്രിയാഭിഹി, ക്രിയകളാലും സാധ്യമല്ല. അവിടെ ഈ ക്രിയകളെന്ന് പറഞ്ഞിരിക്കുന്നത് യജ്ഞവിധികളെ തന്നെയാണ് ക്രിയകളെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാം ഈ അഗ്നിഹോത്രാദി ക്രിയകൾ എന്നുള്ളതാണ് ഭാഷ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അഗ്നിഹോത്രാദി ക്രിയകളെ കൊണ്ടും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് പ്രയോഗമുണ്ടല്ലോ, ഒന്ന് യജ്ഞമെന്നും രണ്ട് ക്രിയകളെന്നും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് പറയുമ്പോൾ നമുക്ക് ആ ക്രിയ എന്നുള്ള സ്ഥലത്ത് നമുക്ക്
ലൗകിക കർമ്മങ്ങൾ എന്നുള്ള അർത്ഥം കൊടുത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. കാരണം യജ്ഞം എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കാരണം. അപ്പം നചക്രിയാഭിഹി എന്ന് പറഞ്ഞാൽ മറ്റു കർമ്മങ്ങളാലോ എന്നത് സിമ്പിളായിട്ട് വിടുക. ഇവിടെ നമുക്ക് ഈ മറ്റേ ഈ അഗ്നിഹോത്രാദികൾ എന്നുള്ള പ്രയോഗം ഇവിടെ കൊടുക്കണമെന്നില്ല. ക്രിയാഭിഹി ന ഉഗ്രൈഹി, അതേപോലെ ഉഗ്രമായിട്ടുള്ള തപസ്സുകളാലോ. അപ്പോൾ ഉഗ്രമായ തപസ്സുകൾ എന്ന് പറയുമ്പോൾ ഉഗ്രത കൂടുന്നത് ശരീരത്തിന് ക്ലേശം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഉഗ്രത കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ശരീരത്തിനെ പിടിപ്പിക്കാൻ സാധിക്കുന്നോ അത്രത്തോളം അത് ഇതിൻ്റെ ഉഗ്രമാകും. അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഏറ്റവും വലിയ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ പറയുന്നത് ഈ ഭക്ഷണം കഴിക്കാതിരിക്കൽ അങ്ങനെയുള്ള തപസ്സുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അതേമാതിരി മണിക്കൂറുകളുള്ള ഒറ്റക്കാലിൽ നിൽക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ഉഗ്രമായ തപസ് കൊണ്ടൊന്നും എൻ്റെ ഈ ദിവ്യരൂപത്തെ കാണാൻ സാധ്യമല്ല അർജുന. ഏവം രൂപ ശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരുപ്രവീര. ത്വദന്യേന നിന്നെ കൂടാതെ ഏവം രൂപം ഇപ്രകാരമുള്ള ഈ രൂപത്തെ നൃലോകേ ഭൂലോകത്ത് ന ശക്യ എന്ന്. അപ്പോൾ ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ നായി ഇവിടെ യോജിക്കും. നിന്നെ കൂടാതെ നിന്നാലല്ലാതെ മറ്റൊരാളും ഇപ്രകാരമുള്ള ഈ ദിവ്യരൂപത്തിനെ യജ്ഞദാനാദികളാലോ കർമ്മങ്ങളാലോ കാണുക സാധ്യമല്ല. മാതേ വ്യഥാ മാച്ച വിമൂഢഭാവ ദൃഷ്ട്വാരൂപം ഘോരമീദൃങ്മമേദം വ്യപേദഭീഹി പ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപം ഇതം പ്രപശ്യ. മാതേ വ്യഥ, വ്യഥ കൂടാതിരിക്കുക. വ്യഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വ്യഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഭയത്തിനകത്തുണ്ടാകുന്ന ഒരു പ്രകടനമാണ് ഈ വ്യഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഭയം കൂടാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ദിവ്യരൂപത്തെ കണ്ടിട്ട് അർജുനുണ്ടായ ഭയം, ആ ഭയം വേണ്ട എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാതേ വ്യഥ, ഭയപ്പെടാതിരിക്കും എന്ന്. മാതേ വ്യഥ, ഭയം മാഭൂത് എന്ന് ഭാഷ്യം. മാതേ വ്യഥ മാച്ച വിമൂഢഭാവ, അതേമാതിരി മൂഢഭാവം. മൂഢഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകപ്പാടെ അതായത് മന്ദബുദ്ധി എന്നുള്ളതാണ് ഈ മൂഢഭാവം എന്ന് പറയുന്നത്. മോഹിതനായിട്ടിരിക്കുക, ഒന്നും അറിയാൻ വയ്യാത്തവനായിട്ട് തലകറങ്ങി ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. അപ്രകാരമുള്ള അല്ലാത്തവനായിട്ടിരിക്കുക, വിമൂഢഭാവത്തോടുകൂടി അല്ലാത്തവനായിട്ടിരിക്കുക. ദൃഷ്ട്വാരൂപം ഘോരമീദൃങ്മമേത, ഈദൃക് ഘോര രൂപം. ഇപ്രകാരമുള്ള എൻ്റെ മമ ഇതം ഘോര രൂപം, എൻ്റെ ഇപ്രകാരമുള്ള ഈ ഘോര രൂപത്തെ കണ്ടിട്ട് നീ ഭയപ്പെടാത്തവനായിട്ടും മോഹമില്ലാത്തവനായിട്ടും ഇരിക്കുക അല്ലയോ അർജുന. വ്യപേദഭീഹി, ഭീതി പോയവനായിട്ട്, പ്രീതമനാഹ, പ്രീതിയുള്ള അന്ധഃകരണത്തോടു കൂടിയവനായിട്ട്, സന്തോഷമുള്ളവനായിട്ട്, പുനഃ ത്വം, വീണ്ടും നീ, തദേവ മേ രൂപം ഇതം പ്രപശ്യ, എൻ്റെ നീ ഇതം രൂപം പ്രപശ്യ, എൻ്റെ ഈ രൂപത്തെ നീ കാണുക എന്ന്. ഏത് രൂപത്തെയാണ് കാണേണ്ടത്? അതായത് ഭഗവാന്റെ അടുത്ത് ആവശ്യപ്പെട്ടുള്ള എൻ്റെ ചതുർബാഹുവായിട്ടുള്ളത്, ആ ചതുർബാഹുവായ രൂപത്തെ നീ കാണുക എന്നാണ് പറയുന്നത്. അതാണ് ഇതം രൂപം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇതം രൂപം എന്ന് പറയുന്നത് ചതുർബാഹുവായ രൂപം. ഇതിനു മുമ്പ് എൻ്റെ നീ ഇതം രൂപം എന്ന് പറഞ്ഞത് സഹസ്രബാഹുവായ രൂപമായിരുന്നു. അതാണ് തുടക്കത്തിൽ സഹസ്രബാഹുവായ രൂപത്തെ നീ കാണൂ എന്നാണ് അർജുനോട് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു എൻ്റെ ഇതം രൂപം എന്ന് പറയുന്നത് ചതുർബാഹുവായിട്ടുള്ള സാധാരണ രൂപത്തെ കാണുക എന്ന്. സഞ്ജയ് ഉവാച, ഇപ്പോഴാണ് സഞ്ജയൻ പറയുന്നത്. ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സുഖം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. സഞ്ജയ് ഉവാച, സഞ്ജയൻ പറഞ്ഞു. ഇത്യർജുനം, ഇപ്രകാരം അർജുനനോട്, വാസുദേവൻ തഥാ ഉക്ത്വാ, അപ്രകാരം പറഞ്ഞിട്ട്, സ്വകം രൂപം, സ്വന്തമായ രൂപത്തിനെ, ദർശയാമാസ ഭൂയഃ, വീണ്ടും സ്വന്തം രൂപത്തിനെ കാണിച്ചു കൊടുത്തു. ദർശയാമാസ, കാണിച്ചു. ആശ്വാസയാമാസ, ആശ്വസിപ്പിച്ചു. ഭീതമേനം, ഏനം ഭീതം, ഭയപ്പെട്ടു നിൽക്കുന്ന ഏനം അർജുനൻ, ഈ അർജുനനെ ആശ്വാസയാമാസ, ആശ്വസിപ്പിച്ചു. ഭൂത്വ, വീണ്ടും, പുനഃ സൗമ്യവപുഹു, വീണ്ടും സൗമ്യവപുവായിട്ട്. സൗമ്യവപു എന്ന് പറയുന്നത് ചതുർബാഹുവായിട്ടുള്ള രൂപത്തിനെയാണ് ഇവിടെ സൗമ്യവപു എന്ന് പറഞ്ഞത്. മറ്റേ ഘോരം രൂപമാണ്, സഹസ്രബാഹുവായിട്ടുള്ള ഭഗവാനാണ് ഘോര രൂപ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഘോരവപുഹു എന്ന് പറയുന്നത്.
ഘോരമായ രൂപത്തിനെ ഉപസംഹരിച്ചുകൊണ്ട് സൗമ്യ ശരീരവാനായിട്ട് ഇവിടെ ഭഗവാന് അർജുനനെ ആശ്വസിപ്പിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, അതായത് ഭഗവാന് കാണിച്ചു കൊടുത്ത ആ ദിവ്യ രൂപം അർജുനൻ കണ്ടു, കൂടാതെ സഞ്ജയനും കണ്ടു. ഇവർ രണ്ടുപേരും മാത്രമേ ആ സമയത്ത് കാണുന്നുള്ളൂ. പിന്നെ കണ്ടത് മുഴുവനും ആ മറ്റുള്ളവരാണ് കണ്ടത്. അത് സിദ്ധസംഘങ്ങള്, മഹർഷിമാര്, അങ്ങനെയൊക്കെയുള്ളവരാണ് കണ്ടത്. ആ യുദ്ധക്കളത്തിലുണ്ടായിരുന്ന സൈനികരാരും കണ്ടിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അർജുനനെ പോലെ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന മറ്റാരും തന്നെ അത് കണ്ടില്ല. ഇതാണ് അപ്പം ഭഗവാൻ ഇവിടെ പറയുന്നത്, നീ ഇപ്പോൾ കണ്ടതായ ഈ രൂപത്തിനെ മറ്റാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കാരണമുണ്ട്. കാരണം അവിടെ അർജുനൻ കണ്ട രൂപം എന്ന് പറയുന്നത് ഭീഷ്മദ്രോണാദികളെല്ലാം ഭഗവാന്റെ വായിൽ പ്രവേശിച്ച് തകർന്ന തലയോട്ടികളോട് കൂടിയവരായിട്ടുള്ള ആ ഒരു രൂപത്തിനെയാണ് അർജുനൻ കണ്ടത്. അപ്പം നമ്മൾ വിശ്വരൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലാത്തത് കാരണം ആ രൂപത്തെ കാണത്തില്ല. അപ്പം നമുക്കിവിടെ കാണാം, അർജുനൻ കണ്ട വിശ്വരൂപം അർജുനൻ മാത്രം കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അർജുനൻ്റെ ആ തലത്തിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കുന്ന സഞ്ജയനും കൂടെ കണ്ടതായ വിശ്വരൂപമാകുന്നു. അപ്പോൾ അതുകൊണ്ട് അതേ വിശ്വരൂപം നമുക്ക് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമല്ല എന്ന് അപ്പോൾ തന്നെ അവിടെ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന വിശ്വരൂപം എന്തായിരിക്കും? നമ്മൾ കാണുന്ന വിശ്വരൂപം എന്ന് പറയുന്നത് നമ്മുടെ അറിവിൻ്റെ സമന്വയത്തിന് അതിക്രമിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു വിശ്വരൂപമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ആരെങ്കിലും നമ്മുടെ ശത്രുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടുന്ന ഒരു രംഗമാണുള്ളതെന്നുണ്ടെങ്കിൽ, അവരുടെ ഹത്യയാണ് ഇനി ഭഗവാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശത്രുക്കൾ അപ്രകാരം നശിക്കുന്നതായിട്ടാണ് ആ വിശ്വരൂപത്തിൽ നാം കാണാൻ പറ്റുന്നത്. ഇതാണ് ഒരു വിശ്വരൂപ ദർശനം എന്ന് പറയുമ്പോൾ അതിനകത്ത് അവനവനും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള അവനവൻ്റെ ലോകവും അവനവൻ്റെ ലോകത്തിൻ്റെ സൃഷ്ടകർത്താവും അതിൻ്റെ സംഹാരകർത്താവും ഒക്കെ ആയിട്ടാണ് നാം ഭഗവാനെ അവിടെ കാണുന്നത്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്തഃ സചേത പ്രകൃതിം ഗതഃ എന്ന്. ദൃഷ്ട്വാ ഇദം മാനുഷ്യം രൂപം, ഇപ്രകാരമുള്ള ആ മാനുഷ്യ രൂപത്തിനെ ദൃഷ്ട്വാ കണ്ടിട്ട്, തവ സൗമ്യം രൂപം ദൃഷ്ട്വാ, അങ്ങയുടെ സൗമ്യമായിട്ടുള്ള മാനുഷം രൂപം ദൃഷ്ട്വാ കണ്ടിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, അർജുൻ ഇവിടെ ഭഗവാന്റെ ഈ ചതുർബാഹുവായിട്ടുള്ള രൂപത്തിനെ മാനുഷം രൂപം എന്നുള്ളതാണ് പ്രയോഗിച്ചിരിക്കുന്നത്. മറ്റേതാണെന്നുണ്ടെങ്കിൽ സഹസ്രബാഹുവായിട്ടുള്ള രൂപത്തിനെ ദിവ്യം രൂപം എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ മാനുഷ്യരൂപത്തിൽ നിന്നും ദിവ്യരൂപത്തിലേക്ക് പോയി വീണ്ടും ആ ദിവ്യരൂപത്തിൽ നിന്നും മാനുഷ്യരൂപത്തിലേക്ക് തന്നെ കടന്നു വന്നു? അപ്പോൾ അപ്രകാരം പോയി വരുന്നത് അർജുനന് ദൃഷ്ടിക്ക് ഗോചരമാകുന്ന വിധത്തിൽ പോയി വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇദാനീമസ്മി സംവൃത്തഃ, ഇപ്രകാരം ഇദാനീം ഇപ്പോൾ, സംവൃത്തഃ അസ്മി, സംവൃത്തഃ സഞ്ജാതാൻ ഉണ്ടായവനായി. എന്തുണ്ടായവനായി? അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെയായവനായി. ഇതാണ് ഇദാനീം സംവൃത്തഃ അസ്മി, ഇങ്ങനെ ഞാൻ ആയി. ഇതാണ് സംവൃത്തഃ അസ്മി എന്ന് പറഞ്ഞ അർത്ഥം. എന്തായി? സചേതാഹ, അതായത് സചേതാഹ പ്രസന്നചിത്തനായി, ചേതസ്സുള്ളവനായി, പ്രസന്നചിത്തനായി. പിന്നെ പ്രകൃതിം ഗതാഹ, സ്വഭാവത്തെ, ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞ സ്വഭാവത്തെ പ്രാപിച്ചവനുമായി. അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ സ്വഭാവത്തോടു കൂടിയവനായിട്ടും. അപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ക്ഷത്രിയൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്നവൻ എന്നുള്ള തിരിച്ചറിവുള്ളവനായി. അതാണ് ഇവിടുത്തെ സ്വഭാവത്തോടു കൂടിയവൻ. അതേമാതിരി പ്രസന്ന ചിത്തത്തോടു കൂടി, അതായത് എനിക്ക് സ്വബോധം കിട്ടി, ഞാനിപ്പോൾ ആരാന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു അർത്ഥമാണ് നമുക്ക് ഈ വരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇദാനീമസ്മി സംവൃത്തഃ സചേത പ്രകൃതിം ഗതഃ. അപ്പം സചേതാഹ പ്രകൃതിം ഗതഃ, സചേതാഹ പ്രസന്ന ചിത്തത്തോടു കൂടിയവനായിട്ടും സ്വഭാവത്തോടു കൂടിയവനായിട്ടും ഞാൻ സംവൃത്തഃ അസ്മി, ഞാൻ മാറിയവനായി എന്ന്. അതാണ് അഹം സംവൃത്തഃ അസ്മി. എങ്ങനെ? അഹം സചേതാഹ പ്രകൃതിം ഗതാഹ സന് സംവൃത്തഃ അസ്മി. ശ്രീ ഭഗവാൻ ഉവാച, സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസ്
അസ്മി യന്മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ ദുർദർശമിതം രൂപം. കാണുവാൻ പ്രയാസകരമായിട്ടുള്ള ഈ രൂപത്തിനെ ദൃഷ്ടവാന അസി നീ കണ്ടവനാകുന്നു. യന്മമ എൻ്റെ യാതൊരു കാണുവാൻ പ്രയാസകരമായിട്ടുള്ള രൂപമുണ്ടോ ആ രൂപത്തെ നീ കണ്ടവനാകുന്നു അർജുന. ദേവാ അപി അസ്യ രൂപസ്യ ദേവാഹ അപി ദേവന്മാരും, അവിടെ വിസർഗം ഈ പിന്നീട് ആ വന്നത് കാരണം ലോപിക്കുന്നതാണ്. ദേവാഹ അപി അസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷിണഃ ദേവന്മാർ പോലും എൻ്റെ ഈ രൂപത്തെ നിത്യേന ദർശിക്കുവാൻ കാംക്ഷിക്കുന്നവരാകുന്നു എന്ന്. അങ്ങനെയുള്ള രൂപത്തെയാണ് ഹേ അർജുന നീ കണ്ടത്. അതായത് ദേവന്മാർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കാംക്ഷിണഃ എന്ന്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്ന് പറയുന്നില്ല, പകരം ദർശിക്കുവാൻ കാംക്ഷിക്കുന്നവർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല? നാഹം വേദൈർന തപസ ന ദാനൈർന ചേജ്ജയാ ശക്യേവം വിദോ ദൃഷ്ടും ദൃഷ്ടവാനസി മാം യഥ. അതായത് എന്നെ വേദൈഹി വേദത്താലോ ന തപസ തപസ്സുകൊണ്ടോ ന ദാനേന ദാനം കൊണ്ടോ ഇജ്ജയ യജ്ഞം ചെയ്യുന്നതിലൂടെയോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വേദൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദ അധ്യയനത്തിനാലോ അല്ലെങ്കിൽ വേദഗ്രഹണത്തിനാലോ. അപ്പം ഞാൻ വേദം പഠിച്ചവനാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുമ്പോൾ ആ വേദം പാരായണം ചെയ്യാതെ തന്നെ വേദജ്ഞനായിട്ട് നിന്നാലോ എന്നർത്ഥം. അതാണ് അവിടുത്തെ വേദൈഹി എന്നുള്ള പ്രയോഗത്തിലൂടെ വേദം ഗ്രഹിച്ചവനായിട്ട് നിന്നു എന്നതുകൊണ്ട് അതിനാൽ ഞാൻ കാണുന്നതെല്ലാം ദിവ്യരൂപമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പറ്റുന്നില്ല എന്നത്രയേ ഉള്ളൂ അർത്ഥം. അപ്പോൾ ഒന്ന് വേദം പഠിച്ചവനാവാം, പിന്നെ അല്ലെങ്കിൽ വേദം പഠിച്ച വേദത്തെ ഉച്ചരിച്ചവനാകാം. രണ്ട്, മൂന്നാമതായിട്ട് ആ വേദത്തിൽ ഉച്ചരിക്കുന്ന ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള കർമ്മം ചെയ്യുന്നവൻ. ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ എല്ലാ പ്രയോഗവും, പിന്നെ അതോടൊപ്പം ഉള്ള മറ്റ് ഉപാസനാവിധികൾ ചെയ്യുന്നു, അതോടൊപ്പമുള്ള ദാനം, പിന്നെ മറ്റ് തപസ്സുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനെ മുഴുവൻ ഇവിടെ ഒറ്റയടിക്ക് നിഷേധിച്ചിരിക്കുകയാണ്. നാഹം വേദൈർന തപസ്സ ന ദാനേന ന ദാനേഹി എന്നുള്ളതും അതുപോലെ ന ദാനേന നച്ച ഇജ്ജയ. ഇജ്ജ എന്ന് പറഞ്ഞിരിക്കുന്നത് കർമ്മത്തിനെയാണ് പറയുന്നത്, യജ്ഞകർമ്മത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇജ്ജയ. ശക്യ ഏവം വിധഃ ഇപ്രകാരമുള്ള രൂപത്തിനെ ദൃഷ്ടും ന ശക്യ കാണുവാൻ സാധ്യമല്ല. അത് മാം ദൃഷ്ടും ന ശക്യ എന്നെ കാണുവാൻ സാധ്യമല്ല. അപ്പം ഏവം രൂപം നിന്ന് സമമാണ് മാം എന്ന് പറയുന്നത്, എൻ്റെ ഈ രൂപത്തിനെ അഥവാ എന്നെ. ഭക്ത്യാ തു അനന്യയാ ശക്യഃ അഹമേവം വിധോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭക്ത്യാ തു അനന്യയാ ശക്യഃ അനന്യയാ ഭക്തിയ അനന്യമായ ഭക്തിയാൽ ശക്യഃ അനന്യമായ ഭക്തിയാൽ എൻ്റെ ഈ രൂപത്തിനെ ദർശിക്കുവാൻ സാധിക്കും. അഹം ഏവം വിധോർജുന ഏവം വിധഃ അഹം എൻ്റെ ഇപ്രകാരമുള്ള ഈ രൂപത്തിനെ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള എന്നെ ഏവം വിധഃ അഹം ഇപ്രകാരമുള്ള എന്നെ ജ്ഞാതും അറിയുവാനും ദൃഷ്ടും കാണുവാനും തത്വേന പ്രവേഷ്ടും താത്വികമായിട്ട് തത്വരൂപത്തിൽ തത്വജ്ഞാനത്താൽ തത്വത്താൽ പ്രവേശിക്കുവാനും സാധിക്കുന്നു എന്ന് ശക്യ സാധിക്കുന്നു. ഹേ പരന്തപ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇനി അടുത്ത അധ്യായം എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. അതിനാൽ ആ ഭക്തിയോഗത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള രണ്ട് സൂത്രപ്രായമായിട്ടുള്ള 2 ശ്ലോകങ്ങളാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിലും ഇനി വരുന്ന ശ്ലോകത്തിലുമായിട്ട് പറയുന്നത്. അടുത്ത ശ്ലോകം ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് നിൽക്കുന്നത്. മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്തസംഗവർജിതഃ നിർവൈരഃ സർവഭൂതേഷു യസ്സ മാമേതി പാണ്ഡവ. മത്കർമ്മകൃത്ത് ആകുക അർജുന. എന്താണ് മത്കർമ്മകൃത്ത് എന്ന് പറഞ്ഞാൽ? മദർത്ഥം കർമ്മ മദർത്ഥം കർമ്മ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാകുക. അതാണ് മത്കർമ്മകൃത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനായിട്ട് നമ്മൾ പറയത്തില്ലേ, ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്യുക എന്ന്. അപ്പോൾ ആ ഈശ്വരാർപ്പിതം എന്നുള്ള പ്രയോഗത്തിനാണ് ഈശ്വരൻ എന്നാണ് അഹം ഭഗവാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക.
നമ്മളത് തേർഡ് പേഴ്സണിൽ പറയുമ്പോഴാണ് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യാൻ പറയുന്നത്. ഭഗവാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. അങ്ങനെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ള പ്രയോഗമാണ് മത് കർമ്മ കൃത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് വിഗ്രഹിച്ചാൽ എങ്ങനെ ഇരിക്കും? മദർത്ഥം കർമ്മ മത് കർമ്മ. മദർത്ഥം കർമ്മ മത് കർമ്മ. ഇനി മത് കർമ്മ കൃത്ത്. മത് കർമ്മ കരോതി ഇത് മത് കർമ്മ കൃത്ത്. എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ മത് കർമ്മ കൃത്ത്. മത് പരമഃ അഹമേവ പരമഃ യസ്യ സഹ. ഞാൻ തന്നെ പരമമായിട്ടുള്ളവൻ യാതൊരുവനാണോ അപ്രകാരമുള്ളവനാകുക. അഹമേവ പരമഃ യസ്യ സഹ. അങ്ങനെയുള്ളവനാണ് മത് പരമഃ. ഞാൻ അങ്ങനെയുള്ള, നീ അങ്ങനെയുള്ളവനാകുക. ഞാൻ തന്നെ പരമായിട്ടുള്ളവനായിട്ട് നീ ഭവിക്കുക. മദ്ഭക്ത മമ ഭക്ത മദ്ഭക്ത, എൻ്റെ ഭക്തനാകുക. സംഘവർജിത സംഘമില്ലാത്തവനാകുക. സംഘാസം ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ. അപ്പോൾ നമുക്ക് കാണാം ഇപ്രകാരമുള്ള ഈ പ്രശ്നങ്ങൾ മുഴുവൻ നിൽക്കുന്നത് സംഘത്താലാണ് എന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സംഘമില്ല എന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളില്ലാതെ, അതുകൊണ്ടാണ് സംഘവർജിത എന്ന് പറയുന്നത്. നിർവൈരഹ വൈരരഹിത, വൈരമില്ലാത്തവനായിട്ടിരിക്കുക, ശത്രുവില്ലാത്തവനായിട്ടിരിക്കുക. സർവഭൂതേഷു സർവഭൂതങ്ങളിലും വൈരമില്ലാത്തവനായിട്ടിരിക്കുക. യഹ യാതൊരുവനുണ്ടോ സഹ മാം ഏതി പാണ്ഡവ, അപ്രകാരമുള്ളവൻ മാം ഏതി എന്നെ പ്രാപിക്കുന്നു, ഹേ പാണ്ഡവ അല്ലയോ അർജുന എന്ന്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 ശ്ലോകങ്ങളുണ്ടല്ലോ, അവസാനത്തെ 2 ശ്ലോകങ്ങൾ. ഈ 2 ശ്ലോകങ്ങളിൽ അവിടെ നമുക്ക് കാണാം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭക്തി ഉള്ളവന് കാണാൻ സാധിക്കുന്നു എന്ന രീതിയിൽ ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അർജുനന് ഇവിടെ സ്വാഭാവികമായിട്ടും അർജുനന് ഇവിടെ ഭക്തിയെക്കുറിച്ചുള്ള സംശയം ഉണ്ടാകും. അതുകൊണ്ട് അടുത്ത അധ്യായം ആരംഭിക്കുന്നത് ഭഗവാന് ഭക്തി എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ളതാണ് അടുത്ത അധ്യായം ആരംഭിക്കുന്നതും. അതുകൊണ്ട് അവിടെ ഭഗവാൻ ഭക്തിയെക്കുറിച്ചും ഭക്തനെക്കുറിച്ചും അവിടെ ഭഗവാൻ ഭക്തൻ്റെ മുമ്പിലുള്ള പ്രകടമാവൽ എങ്ങനെയാണെന്നും ഭക്തനും ഭഗവാനും നമ്മുടെ സംബന്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ ഭക്തിയോഗം എന്ന് പറയുന്നു. ആ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതോടുകൂടിയിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ, കൃഷ്ണാർജുന സംവാദമായിട്ടുള്ള വിശ്വരൂപ ദർശനം നാമ, വിശ്വരൂപം ദർശനം എന്ന പേരോട് കൂടിയിട്ടുള്ള 18 18ാം അധ്യായം അവസാനിച്ചു. ചിലയിടത്താണെങ്കിൽ പാഠഭേദമായിട്ട് വിശ്വരൂപ ദർശന യോഗോ നാമ എന്നും കാണാം. രണ്ടും ഒരേ അർത്ഥം തന്നെ. ഇവിടെ വിശ്വരൂപ ദർശനം നാമ ഏകാദശോധ്യായ 11ാം അധ്യായം സമാപിച്ചു. ഓം നമുക്കിവിടെ നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരു